എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അതിന്റെ ആദ്യ ഭാഗം അവിടെ ഇങ്ങനെ നമ്മൾ കണ്ടു, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു അഭിനന്ദിച്ചു, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശങ്ങളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്നൊരു 13-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം ചിന്തിക്കുണ്ടായി. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു. എന്നാൽ ആ വാഗ്ദത്ത എന്താണോ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത്, ആ വാഗ്ദത്തം ചെയ്തതിന്റെ പൂർത്തിയിൽ എത്താതെ ആ വാഗ്ദത്തം അവർക്ക് ലഭിച്ചു, പക്ഷെ അത് പൂർത്തീകരണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് മുൻപോട്ടുള്ള പഠനത്തിൽ നമുക്ക് ദൈവം അനുസരിച്ചാൽ ഗ്രഹിക്കാൻ കഴിയും. ഇവർ പറഞ്ഞൊരു കാര്യം, ഇവർ എല്ലാവരും എന്ന് പറയുമ്പോൾ ഹാബേൽ മുതൽ സാറ വരെയുള്ള 7 ആളുകളുടെ കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസം വെച്ചു. അപ്പൊ ദൈവം ഇവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന കാര്യം ഭൂമിയിലുള്ളതൊന്നുമല്ല എന്ന് ഈ വാക്യത്തിൽ നിന്ന് സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. കാരണം ഈ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് അവർ ആ വാഗ്ദത്തം കാണുന്നത്. എന്താണോ അവർക്ക് പ്രോമിസ് ചെയ്തിരുന്നത് കാണുന്നത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അവർ പറയുന്നത് ഇവിടെ തങ്ങൾ അന്യരും പരദേശികളുമാണ്. ഈ ഭൂമിയിൽ അത് കൽദയരുടെ പട്ടണമായ ഊരിൽ മാത്രമല്ല, കനാനിൽ വന്ന് താമസിക്കുമ്പോഴും അവർ പറയുന്നത്, അബ്രഹാമും സാറയൊക്കെ പറയുന്നത് ഈ ഭൂമിയിൽ തങ്ങൾ അന്യരാണ്, പരദേശികളാണ്. അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യം, അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് അവർ കണ്ടിരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഭൂമിയിലുള്ളതൊന്നുമല്ല ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത് എന്നതാണ് അതുകൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ഈ ഭൂമിയിൽ, പക്ഷെ അത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് കാണുന്നത്. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്തതിനെ കണ്ട് അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ഇതിന് പറയുന്നത് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇങ്ങനെ പറയുന്നവർ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയുന്നവർ എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു. എങ്ങനെ പറയുന്നവർ? ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് പറയുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം, അതിന്റെ താല്പര്യം. ഇങ്ങനെ പറയുന്നവർ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ തങ്ങൾ അന്യരാണ്, പരദേശികളാണ് എന്ന് ഏറ്റു പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കും. അപ്പോ ഈ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയില് അല്പം വ്യത്യസ്തമായ അർത്ഥത്തിലാണ് അവിടെ ഇംഗ്ലീഷ് പരിഭാഷയിൽ നമ്മൾ കാണുന്നത്. അവിടെ ഇങ്ങനെയാണ് ഞാൻ വായിക്കുന്നു, they were seeking a country of their own എന്ന് എഴുതിയിരിക്കുന്നു. They were seeking a country of their own. അവരുടെ സ്വന്തമായിരിക്കുന്ന ഒരു രാജ്യം അവർ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ അന്വേഷിക്കുന്നു എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ. ഇങ്ങനെ പറയുന്നവർ, ഭൂമിയിൽ തങ്ങൾ അന്യരാണ്, പരദേശികളാണ് എന്ന് പറയുന്നവർ അന്വേഷിക്കുന്നത് ഒരു സ്വന്തം ദേശമാണ്, സ്വന്തം രാജ്യമാണ്. സ്വന്തം ദേശം അന്വേഷിക്കുന്നത്. അപ്പൊ അത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സ്വന്തം ദേശം അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഈ ഭൂമിയിലുള്ളതൊന്നുമല്ല അന്വേഷിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പൊ ഈ ഭൂമിയിൽ അന്യരാണ്, പരദേശികളാണ് എന്ന് ഏറ്റു പറയുന്നവർ ആരോ അവർ ആണ് ഈ ഭൂമിയിൽ അല്ലാത്ത ഒന്ന് നോക്കി പാർക്കുന്നത്. ഈ നമ്മൾ വിശ്വാസത്തിൽ മരിച്ചവരെ കുറിച്ച് വായിക്കുന്ന അവരെല്ലാവരും അത് നോക്കി പാർത്തവരായിരുന്നു. ഇങ്ങനെ പറയുന്ന ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കും. അതിന്റെ 15-ാമത്തെ വാക്യം, അവർ വിട്ടു പോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ. 16-ാമത്തെ വാക്യം, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമാനെ തന്നെ കാക്ഷിച്ചത്. അപ്പോ അവര് വിട്ടുപോകുന്നതിനെ അവര് ഓർത്തിരുന്നെങ്കിൽ അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയുമായിരുന്നു. അപ്പോ ഇവര് വിട്ടു പോന്നപ്പോ അവര് പറഞ്ഞൊരു കാര്യം, ഞങ്ങള് നോക്കി പാർക്കുന്നത് ഞങ്ങളെ വിട്ടുപോകുന്ന സ്ഥലവുമല്ല, ഞങ്ങൾ ചെന്ന് താമസിക്കുന്ന സ്ഥലവുമല്ല, നേരെ മറിച്ച് ഞങ്ങളൊരു യാത്രയിലാണ്. ഞങ്ങള് ഈ ഭൂമിയിൽ ഉൾപ്പെടാത്തതും ഈ ഭൂമിയിൽ അല്ലാത്ത ഇതും ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതുമായ
ആ ഒരു കാര്യത്തിന് വേണ്ടി ഉള്ള അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ ആയിരുന്നത്. അത് ഞങ്ങൾ വിട്ടുപോകുന്ന ആ സ്ഥലം മാത്രമല്ല അത് ഞങ്ങളുടെ സ്വന്തമല്ല. കാരണം അത് ഇവരുടെ സ്വന്തമായിരുന്നെങ്കിൽ അവര് ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് നമ്മൾ കണ്ടത്, ഇംഗ്ലീഷിൽ സീക്കിംഗ് ഓഫ് ദെയർ ഓൺ കൺട്രി എന്ന് കണ്ടത്. അവരുടെ വിട്ടുപോകുന്നത് അവരുടെ സ്വന്തമായിരുന്നുവെങ്കിൽ അങ്ങനത്തെ അന്വേഷണത്തിന് ആവശ്യം പിന്നില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഇപ്പം വന്ന് താമസിക്കുന്നത്, ഇപ്പൊ അവരെവിടാണോ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലവും അവരുടെ ദെയർ ഓൺ, അവരുടെ സ്വന്തമല്ല എന്നുള്ള ബോധ്യം സത്യം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അവർ വിട്ടുപോകുന്നവരുടെ സ്വന്തമല്ല, ഇപ്പോൾ താമസിക്കുന്നതും അവരുടെ സ്വന്തമല്ല. നേരെ മറിച്ച് സ്വന്തമായതിലേക്കുള്ള ഒരു പ്രയാണത്തിന് വേണ്ടിയാണ് അവര് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലം വിട്ടുപോകുന്നതും ഇപ്പോൾ ഇങ്ങനൊരു യാത്രയില് താൽക്കാലികമായി ഒരു ടെന്റ് അടിച്ച്, ഒരു കൂടാരം അടിച്ച്, ഈ വഴിയാത്രക്കാരൻ ഒരു ദിവസത്തേക്ക് വഴിയാത്രയിൽ താമസിക്കുന്ന പോലെ, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഒരു റെസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന പോലെ താമസിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര ഇത് അവസാനിക്കുന്നതല്ല, ഞങ്ങളുടെ യാത്ര തുടരുന്നതാണ്. ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നത് ഞങ്ങളുടെ സ്വന്തമായ രാജ്യത്ത് എത്തുന്നത് വരെ. ആ രാജ്യത്ത് എത്തുമ്പോഴാണ് ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നത്. അതുവരെ ഞങ്ങളുടെ സ്വന്തമായതൊന്നും ഇല്ല. ഞങ്ങൾക്ക് പക്ഷെ ഒരു പ്രോമിസ്, ഒരു വാക്തത്വമുണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രോമിസ്, ഒരു വാക്തത്വം ദൈവം വാക്തം ചെയ്തിട്ടുണ്ട്. ആ ദൈവികമായ വാക്തത്വത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി, അത് ഞങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഈ യാത്രയിൽ ആയിരുന്നത്. അത് ഈ ഭൂമിയിലുള്ളതൊന്നും അല്ല. ഈ ഭൂമിയിലുള്ളതായിരുന്നെങ്കിൽ അവർ ഈ ഭൂമിയിലെ അന്വേഷിക്കാറുണ്ട്. പക്ഷെ എവിടെ നമ്മൾ വായിച്ചു കണ്ടത്, അവരോ അധികം നല്ല സ്വർഗീയമായതിനെ ആകാംക്ഷിച്ചിരുന്നു. അപ്പൊ ഈ ഭൗമികമായതൊന്നുമല്ല അവർ ആഗ്രഹിച്ചിരുന്നതും ദൈവം അവർ വാക്തത്വം ചെയ്തതും എന്ന സത്യം നമുക്ക് ഇവിടെ ഗ്രഹിക്കാൻ കഴിയും. അപ്പൊ ഇവർക്ക് വാക്തം ചെയ്തിരുന്നത് ഭൗതികമായതൊന്നുമല്ല, നേരെ മറിച്ച് സ്വർഗീയമായതാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പം യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ ചോദിച്ചു, നീ രാജാവ് തന്നെയോ? യേശു ഒരു സങ്കോചമില്ലാതെ പറഞ്ഞു, അത് ഞാൻ രാജാവ് തന്നെ. പക്ഷെ ഒരു കാര്യം കൂടെ കൂട്ടി പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ഞാൻ രാജാവാണ്, പക്ഷെ എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്റെ സേവകന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. അപ്പോ യേശുക്രിസ്തുവിന്റെ രാജ്യം ഐഹികമായ രാജ്യമല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരും പറയുന്നു, ഈ ഭൂമിയിലുള്ളതൊന്നും അല്ല അവര് കാംക്ഷിച്ചിരുന്നത്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അതിനുള്ള റിസൾട്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ അതിന്റെ അടുത്ത ഭാഗം വായിക്കുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലഭിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. അപ്പോ ഭൂമിയിലുള്ളതല്ല, സ്വർഗീയമായത് അവർ കാംക്ഷിച്ചിരുന്നു. ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സ്വർഗീയമായതിനു വേണ്ടി അവർ നോക്കി പാർത്തിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം പറഞ്ഞൊരു കാര്യം. അതുകൊണ്ട് ദൈവം പറയുന്നു, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ ലളിതമായി മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ പറയാം. ഇവർ എന്റെ ജനമാണ് എന്ന് പറയുന്നതിൽ ദൈവത്തിന് യാതൊരു സങ്കോചവുമില്ല, യാതൊരു നാണത്തിലും. ഇവരെന്റെ ജനമാണ്. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഇവരെന്റെ മക്കളാണ്, അല്ല ഇവരെന്റെ ജനമാണ് എന്ന് പറയുന്നതിന് ദൈവത്തിന് യാതൊരു പ്രയാസവുമില്ല, നാണക്കേടുമില്ല, ദൈവത്തിന് സന്തോഷമുണ്ട്. എന്താ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവരെ നോക്കി പാർക്കുന്നത് ലൗകികമായതൊന്നും ഭൗതികമായതൊന്നുമല്ല, നേരെ മറിച്ച് ആത്മീയമായതാണ്. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്നിട്ട് പറയുന്നു, അഥവാ ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കി. ഇങ്ങനെ ഭൂമിയിലുള്ളത് അന്വേഷിക്കാത്ത, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റു പറഞ്ഞുകൊണ്ട് സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു നഗരം ഒരുക്കിയിരിക്കും. ഇതിന്റെ അടുത്ത 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, 11-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യം. ഇനി വിശ്വാസത്തിന്റെ കാര്യം തന്നെ എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ
ഇസാക്കിനെ യാഗം അർപ്പിച്ചു. ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. അപ്പോ ഈ അബ്രഹാമിന്റെ 100-ാമത്തെ വയസ്സിൽ ഉണ്ടായ അബ്രഹാമിന്റെ ഈ സന്തതിയായിരിക്കുന്ന ഇസാക്ക്, ആ ഇസാക്കിനെ യാഗം അർപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ഒരു പ്രയാസമില്ലാതെ, ഒരു സങ്കോചമില്ലാതെ, ഒരു ചോദ്യവുമില്ലാതെ ആ ഇസാക്കിനെ യാഗമാക്കുവാൻ അബ്രഹാം തയ്യാറായി. അബ്രഹാം തയ്യാറായതിന്റെ അവിടെ എഴുതിയിരിക്കുന്നു, അബ്രഹാം ഇസാക്കിനെ യാഗമാക്കി. അപ്പൊ ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി ആകും എന്ന് അരുളി ചെയ്തവനെയാണ് ഇപ്പൊ യാഗമാക്കുന്നത്. അപ്പൊ ന്യായമായിട്ടും ഒരു ചോദ്യം അബ്രഹാമിന് ചോദിക്കാമായിരുന്നു, ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവരാണല്ലോ സന്തതിയാകുന്നത്. അപ്പൊ ഈ ഇസാക്കിനെ യാഗമാക്കിയാൽ പിന്നെ എങ്ങനെ ഈ സന്തതി ഉണ്ടാകും? പക്ഷേ അബ്രഹാമിന് ഒരു കാര്യം അറിയാം. കാരണം അബ്രഹാം ഈ ഇസാക്കിനെ യാഗമാക്കാൻ ദൈവം ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ ദൈവം ആരാണ് എന്ന് അബ്രഹാം മനസ്സിലാക്കി. നമ്മള് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ സ്തെഫാനോസിന്റെ പ്രസംഗത്തിലൊക്കെ ഈ കാര്യം കാണുന്നുണ്ട്. അവിടെ പറയുന്നത്, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപേ മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോവനായ ദൈവം അവന് പ്രത്യക്ഷമായി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പൊ മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കാണിപ്പാരിയ ദേശത്തേക്ക് നീ നിന്റെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ടു പോവുക എന്ന് പറയുമ്പോൾ തന്നെ ആരാണ് തന്നെ വിളിക്കുന്നത് എന്നുള്ള വലിയ വ്യക്തമായ ഒരു ബോധ്യം അബ്രഹാം ലഭിച്ചിരുന്നു. അങ്ങനെ ആ ബോധ്യം അബ്രഹാമിന് ലഭിച്ചത് കൊണ്ടാണ് അബ്രഹാം ഇസാക്കിനെ ഒരു പ്രയാസം കൂടാതെ യാഗമാക്കിയത്. കാരണം അബ്രഹാമിന് ഒരു കാര്യമറിയാം, താൻ കണ്ട ദൈവം അവൻ സർവശക്തനായ ദൈവമാണ് എന്ന് മാത്രമല്ല, അവൻ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്നവനാണ്. നമ്മൾ കുറച്ചും കൂടെ ദൈവത്തിൽ കൂടെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ പല പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയായി പറഞ്ഞിരിക്കുന്നത്, അവൻ വെക്കാത്തടത്ത് നിന്ന് എടുക്കുകയും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നവനാണ്. നമ്മൾ സുവിശേഷത്തിൽ ആ ഭാഗം വായിക്കുന്നത്, അവൻ വെക്കാത്തടത്ത് നിന്ന് എടുക്കുകയും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നവനാണെന്നും ഇല്ലായ്മയിൽ നിന്ന് സകലത്തിനെയും ഉള്ളതിനെപ്പോലെ വിളിച്ചു വരുത്തുന്നവനാണെന്നും മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണെന്നും ഇങ്ങനെയുള്ള എല്ലാ ബോധ്യങ്ങളും അബ്രഹാമിന് ദൈവത്തെ കണ്ടപ്പോൾ ലഭിച്ചിരുന്നു. അപ്പൊ ആ കാഴ്ചയുടെ ഉന്നതമായ ബോധ്യം അബ്രഹാമിനുള്ളതുകൊണ്ട് അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇസാക്കിനെ യാഗം കഴിച്ചാലും ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിക്കും. അതിന് മറ്റ് യാതൊരു സാധ്യതകളും മാനുഷികമായിട്ടില്ലെങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനാണ് എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കുന്നത്. അങ്ങനെ ഇസാക്കിനെ യാഗം കഴിച്ചു. നമ്മൾ വായിക്കുന്നത്, അവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്യും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ അബ്രഹാം ചെയ്തു. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ അബ്രഹാം ചെയ്തത് കൊണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ദൈവവും ചെയ്യും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടിയുള്ള ഈ കാലത്തിലും ഉണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും ഒരു വ്യവസ്ഥയുണ്ട്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. ദൈവത്തോട് അടുത്ത് വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. അപ്പൊ ഇങ്ങനെ ഈ ദൈവികമായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് അനവധിയായി തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങൾക്കെല്ലാം ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യും.
നമ്മുടെ ഭാഗത്ത് നിന്ന് ആ കാര്യം ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് ആയിരിക്കും, ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നിന്നായിരിക്കും. ദൈവം ഒരിക്കലും വാക്ക് മാറുന്നവനല്ല, വാക്ക് മാറാത്ത ദൈവമാണ്. അതിന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ ദൈവത്തിന് മുഖാന്തരങ്ങൾ വേണ്ട. ഒരു കാര്യവും ഇല്ലെങ്കിലും ദൈവം പറഞ്ഞ പോലെ ദൈവത്തിന് ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ, ഒരു വാഗ്ദത്തങ്ങളെ പോലും നമ്മൾ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 20ാമത്തെ വാക്യം, വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ഈ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും അനുഗ്രഹിക്കുന്ന കാര്യം നമുക്കറിയാം. ഇസ്ഹാക്ക് വൃദ്ധനായി, കണ്ണു മങ്ങി, കാഴ്ച കുറവായി. ആ സമയത്ത് വേട്ടയിറച്ചിക്ക് വേണ്ടി ഏശാവിനോട് പറയുന്നു, ഏശാവിന് പകരം അമ്മയുടെ താല്പര്യപ്രകാരം, അമ്മയുടെ സപ്പോർട്ട് പ്രകാരം ഏശാവല്ല, യാക്കോബാണ് ഇസ്ഹാക്കിന് ആദ്യമേ രുചിയുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നത്. ആ രുചിയുള്ള ഭക്ഷണം കഴിച്ച് ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കും. യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് നമ്മൾ ശ്രദ്ധയോടെ ആ ഭാഗം മനസ്സിലാക്കിയാൽ നമുക്കൊരു കാര്യം അറിയാൻ കഴിയും. ആ കാര്യം മറ്റൊന്നുമല്ല, യഥാർത്ഥത്തില് ഈ നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ടല്ല ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കും. നേരെ മറിച്ച് ഇസ്ഹാക്ക് യാക്കോബിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ അടുത്ത് വാ, ഞാൻ നിന്നെ ചുംബിച്ചു നോക്കും. അപ്പൊ ഈ യാക്കോബ് ചെയ്തിരുന്ന ഒരു കാര്യം, യാക്കോബിന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഏശാവ് വേട്ടയ്ക്ക് പോയിരിക്കും. അപ്പൊ ഈ ഏശാവ് പോയ സമയത്ത് ഏശാവിന്റെ ഒരു വിശേഷ വസ്ത്രം ഈ ഇസ്ഹാക്കിന്റെ വീട്ടിലുണ്ട്. അപ്പൊ ഈ ജ്യേഷ്ഠനാകുന്ന ഏശാവിന്റെ വിശേഷ വസ്ത്രം ഇട്ടുകൊണ്ടാണ് ഈ യാക്കോബ് ആകുന്ന അനുജൻ, രണ്ടാമൻ, ഈ പിതാവിന്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ പിതാവിന്റെ അടുത്ത് യാക്കോബ് ചെല്ലുമ്പോൾ സംസാരത്തിൽ നിന്ന് ഈ പിതാവിനൊരു സംശയം തോന്നുന്നു. പിതാവ് പറയുന്നു, നിന്റെ സംസാരം കേട്ടിട്ട് നീ ഏശാവല്ല, യാക്കോബാണ്. അതുകൊണ്ട് നീ അടുത്ത് വാ, ഞാൻ നിന്നെ ഒന്ന് ചുംബിച്ചു നോക്കട്ടെ. അങ്ങനെ ഈ യാക്കോബ് ഇസ്ഹാക്കിന്റെ അടുക്കലേക്ക് ചുംബിക്കപ്പെടാൻ ചെല്ലുന്നു. ഇസ്ഹാക്ക് യാക്കോബിനെ ചുംബിക്കുന്നു. യാക്കോബിനെ ചുംബിച്ചിട്ട് യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതാ എൻ്റെ മകന്റെ വാസന, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന വാസന, തോട്ടത്തിലെ വാസന പോലെ തന്നെ. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു വാസന ഈ ഇസ്ഹാക്കിന് യാക്കോബിൽ നിന്ന് കിട്ടി. യാക്കോബിൽ നിന്ന് ആ അനുഗ്രഹത്തിന് പാത്രമാകുന്ന ആ വാസന ഇസ്ഹാക്കിന് ലഭിക്കാനുണ്ടായ കാരണം ഈ ഏശാവിന്റെ വസ്ത്രം. ഏശാവിന്റെ വസ്ത്രം ഈ യാക്കോബ് ധരിച്ചു. വാസ്തവത്തിൽ യാക്കോബ് ഏശാവിന്റെ വസ്ത്രം ധരിക്കാതെ ഈ പിതാവിന്റെ അടുത്ത് ചെന്നിരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ പിതാവിന്റെ അടുത്ത് ചെന്നിരുന്നുവെങ്കിൽ താൻ ഉണ്ടാക്കിയ കറി, ഭക്ഷണം എത്ര രുചികരമായിരുന്നു എങ്കിലും ഇസ്ഹാക്ക് ഒരിക്കലും യാക്കോബിനെ അനുഗ്രഹിക്കാൻ യാക്കോബിന് കഴിയത്തില്ല. കാരണം ഈ വാസന ഇസ്ഹാക്കിന് ലഭിച്ചു. തൻ്റെ മൂത്ത മകനായിരിക്കുന്ന ഏശാവിന്റെ വാസന ഇസ്ഹാക്കിന് ലഭിച്ചു. ആ ഇസ്ഹാക്കിന് ഏശാവിന്റെ വാസന ലഭിക്കാനുണ്ടായ കാരണം ഈ ഏശാവിന്റെ വിശേഷ വസ്ത്രം യാക്കോബ് ധരിച്ചു എന്നുള്ളത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് ഒരു വലിയ ആത്മീയ സത്യമാണ്. ദൈവത്തിന്റെ വചനം നാം ഇങ്ങനെ വായിക്കും, അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി എന്നെ ഇടുവിച്ചു. യേശു ക്രിസ്തുവിന്റെ നീതി
എന്ന വസ്ത്രം ഞാൻ ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് പിതാവായ ദൈവം എന്നെ അംഗീകരിക്കും, എന്നെ അനുഗ്രഹിക്കും. ആ പിതാവിന് കിട്ടുന്ന വാസന എൻ്റെ വാസനയല്ല, നേരെ മറിച്ച് ക്രിസ്തുവിന്റെ വാസനയാണ്. അത് തന്നെയാണ് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസം. ദൈവം ഞങ്ങളെ മണക്കും. പൗലോസ് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. ഇങ്ങനെ നമുക്ക് വിശദീകരിക്കാം. അതായത് ദൈവം ഞങ്ങളെ മണക്കുമ്പം, ദൈവം ഞങ്ങളെ ചുംബിക്കുമ്പം, ഞങ്ങളെ മണത്ത് നോക്കുമ്പോൾ ദൈവത്തിന് കിട്ടുന്ന വാസന പൗലോസിന്റെ വാസനയല്ല. അല്ലെങ്കിൽ ദൈവം എന്നെ മണക്കുമ്പോൾ, നമ്മളെ ഓരോരുത്തരെയും ദൈവം മണക്കുമ്പോൾ ദൈവത്തിന് കിട്ടേണ്ട വാസന നമ്മുടെ സ്വന്തം വാസനയല്ല, നേരെ മറിച്ച് ക്രിസ്തുവിന്റെ വാസനയായിരിക്കും. അപ്പൊ ആ ക്രിസ്തുവിന്റെ വാസന ദൈവത്തിന് മണക്കാൻ കഴിയുന്നു എന്നത് കൊണ്ടാണ് ഒരുവൻ അനുഗ്രഹിക്കപ്പെടുന്നതും ഒരുവൻ അംഗീകരിക്കപ്പെടുന്നതും. അതിന്റെ കാരണം, ക്രിസ്തുവിന്റെ വാസന ലഭിക്കാനുള്ള കാരണം, ക്രിസ്തുവിന്റെ അങ്കിയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. നീതി എന്ന അങ്കി എന്നെ ഞാൻ ധരിച്ചിരിക്കും. ക്രിസ്തുവിന്റെ നീതി എന്ന അങ്കി എന്നെ ധരിച്ചിരിക്കും. അത് ആ യേശാവിന്റെ വസ്ത്രമാണ്. യേശാവ് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനാണ്. യേശു ക്രിസ്തു ആദ്യജാതനാണ്. ഏകജാതനായിരുന്നു യേശു ക്രിസ്തു. എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തു ആദ്യജാതനാണ്. ഈ ആദ്യജാതനായിരിക്കുന്ന, പിതാവിന്റെ മൂത്ത പുത്രനായിരിക്കുന്ന ഈ യേശു ക്രിസ്തുവിന്റെ നീതി എന്ന അങ്കി ദൈവം എന്നെ ഇടുവിച്ചിരിക്കുന്നു, അല്ല ഞാൻ അത് ധരിച്ചിരിക്കുന്നു എന്നതാണ് ദൈവം എന്നെ അംഗീകരിക്കാനും ദൈവം എന്നെ കൈക്കൊള്ളാനും അനുഗ്രഹിക്കാനും ഉണ്ടായ ഏക കാരണം. അപ്പൊ ഇങ്ങനെ ഈ ഭാവി കാലം സംബന്ധിച്ച് ഇസാക്ക് യാക്കോബിനെയും ഏശാവിനെയും അനുഗ്രഹിച്ചു. യാക്കോബിനെ ഇസാക്ക് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴാണ് ഏശാവ് വരുന്നത്. ഏശാവ് വന്നപ്പോട്ട് പിതാവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പ എന്നെയും കൂടി അനുഗ്രഹിക്കണം. നിനക്ക് ഒരു അനുഗ്രഹമേ ഉള്ളൂ, നീ എന്നെയും കൂടെ അനുഗ്രഹിക്കും. അപ്പോ ഇസാക്ക് ഏശാവിനെ അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ ഈ യാക്കോബിനാണ് ജ്യേഷ്ഠാവകാശം ലഭിച്ചതും പിതാവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായി തീരുകയും ചെയ്തു. അപ്പൊ യാക്കോബിനെയും ഏശാവിനെയും ഇസാക്ക് അനുഗ്രഹിച്ചു എന്ന് നമ്മളിവിടെ 20ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. വിശ്വാസത്താൽ ഇസാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ഇനി 21ാമത്തെ വാക്യം. വിശ്വാസത്താൽ യാക്കോബ് മരണത്തിങ്കൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ ഈ യാക്കോബ് അനുഗ്രഹിക്കേണ്ടത്, ഇപ്പൊ യാക്കോബ് അനുഗ്രഹിച്ചിരിക്കുന്നത് യാക്കോബിന്റെ മക്കളെയല്ല, നേരെ മറിച്ച് കൊച്ചുമക്കളെയാണ്. ഇസാക്ക് യോസേഫിന്റെ 2 മക്കളെയാണ്. ഈ യോസേഫിന്റെ മക്കളെ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചത് അനുഗ്രഹിക്കുക മാത്രമല്ല ചെയ്തത്, മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ദൈവത്തെ യാക്കോബ് നമസ്കരിച്ചു. ഈ മക്കളെ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. യോസേഫിന്റെ മൂത്ത മകനെ ഇളയ മകനെ രണ്ട് മക്കളെ യാക്കോബ് അനുഗ്രഹിച്ചു. എന്ന് മാത്രമല്ല, അനുഗ്രഹിച്ച ശേഷം തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുകയും ചെയ്തു. ഈ ഒരു വടിയുടെ ആവശ്യകത എന്തായിരുന്നു എന്ന് നമുക്ക് അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് യാക്കോബ് സകലത്തെയും അക്കരെ കടത്തിൽ തനിയെ യാബോക്ക് നദിയുടെ നദിയുടെ തീരത്തായി ദൈവത്തിന്റെ ദൂതൻ തന്നെ സന്ദർശിച്ചിട്ട് ഒരു കാര്യമാ ചോദിച്ചുള്ളൂ. ഒറ്റ കാര്യം ചോദിച്ചു. ഉഷസായപ്പോ ദൂതൻ പറയുന്നത്, ഉഷസ് സൂര്യൻ ഉദിക്കാറായി നീ എന്നെ വിടണം. യാക്കോബ് പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, ഞാൻ നിന്നെ വിടത്തില്ല. ഇന്ന് സർവ്വസാധാരണമായി കേൾക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവം അനുഗ്രഹിച്ചു എന്ന്, ഒരുവനെ ദൈവം അനുഗ്രഹിച്ചു എന്ന്
ക്രിസ്തീയ ഗോളത്തിൽ പോലും അനുമാനിക്കുകയും പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്നത് ഈ ഭൂമിയിലെ സമ്പൽ സമൃദ്ധികളാണ് അതിൻ്റെ നമുക്ക് ദൃശ്യമായ ലക്ഷണം എന്നുള്ള രീതിയിലാണ് പല എന്താ പറയുക അഡ്വാൻസ്ഡ് വളരെ ദൈവികമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന ക്രിസ്തീയ ഗോളത്തിൽ പോലും ഇന്ന് പഠിപ്പിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ ആണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം തെറ്റാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം ഇപ്പൊ യാക്കോബിനെ പറയുന്നത് ഞാനൊരു വടിയും കൊണ്ടാണ് പതിനാലിലേക്ക് ഓടിപ്പോയി. ഇപ്പൊ എനിക്ക് എല്ലാം ഉണ്ട്, ഒട്ടകങ്ങളുണ്ട്, ആടുമാടുകളുണ്ട്, ദാസിദാസന്മാര്, സമ്പത്ത്, ഭാര്യമാര്, മക്കള്, ഇതെല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കാരണം തൻ്റെ മൂത്ത സഹോദരൻ തന്നെ പ്രയാസപ്പെടുത്താൻ വരികയാണെങ്കിൽ അവന് കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു ഷെയറും കൂടെ വേറെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ സമ്പത്തുമായിട്ടാണ് ഇപ്പോ ഈ യാക്കോബ് തിരികെ വരുന്നത്. എന്നാൽ ഇപ്പോ യാക്കോബ് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ വിടത്തില്ല. അപ്പൊ നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിലെ ഭാഷപ്രകാരമാണ്, പ്രസംഗപ്രകാരമാണ് യാക്കോബ് പറയുന്നത്. നീ എനിക്ക് കുറെ കൂടെ ഒട്ടകത്തെ തരണം, കുറെ കൂടെ ആടുമാടുകളെ തരണം, കുറെ കൂടെ സമ്പത്ത് തരണം, ദാസന്മാരെ തരണം. അതൊക്കെയാണ് ഈ യാക്കോബ് ദൈവത്തോട് ചോദിച്ചത് എന്ന് നാം അംഗീകരിക്കേണ്ടി വരും. എന്നാൽ യാക്കോബ് അതൊന്നും അല്ല ചോദിച്ചത്. നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ സമ്പത്ത് വേണം, അല്ലേ? അല്ല, നേരെ മറിച്ച് അപ്പോ ഈ നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ആ ആവശ്യം കേട്ട ദൂതൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ പേരെന്താ? ഈ യാക്കോബ് ജനിക്കുന്നതിന് മുൻപേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന അല്ല, ഈ ലോക സൃഷ്ടിക്ക് മുൻപേ തന്നെ ഇവന്റെ പേരെന്താണെന്ന് അറിയാവുന്നവനാണ് ഇവനോട് പേര്. അപ്പൊ ഇവൻ പറയുന്നു എന്റെ പേര് യാക്കോബ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉപായി, സൂത്രക്കാരനാണ്. ഞാൻ സൂത്രക്കാരനാണ്, ഞാൻ ഉപായിയാണ്. ആ കാര്യം ദൈവമുൻപാകെ യാക്കോബ് അംഗീകരിച്ച് സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചപ്പോൾ ഞാൻ ഉപായിയാണ്, ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് സമ്മതിച്ചപ്പോൾ ദൈവം പറയുന്നു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. അപ്പൊ ഇതാണ് അനുഗ്രഹത്തിന് നിദാനമായിരിക്കുന്ന കാര്യം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സമ്പൽ സമൃദ്ധി ഒന്നുമല്ല, നേരെ മറിച്ച് ദൈവത്തിന്റെ അംഗീകാരം കിട്ടി, അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ആ അനുഗ്രഹം യാക്കോബിന് കിട്ടിയത് കൊണ്ട് യാക്കോബിന് എന്ത് സംഭവിച്ചു? യാക്കോബിന് സംഭവിച്ച കാര്യം ദാസിദാസന്മാരെ ഒട്ടവും വർദ്ധിച്ചതല്ല, നേരെ മറിച്ച് അവന്റെ പേര് തന്നെ മാറി, ഇസ്രായേൽ എന്ന പേര് യാക്കോബിന് ലഭിക്കാനിടയായി. ഇവിടെ നമുക്ക് നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു ആത്മീയ കാര്യം, നമ്മുടെ അവസ്ഥ, നമ്മുടെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന ഒരുവന്റെ മുമ്പിലാണ് ഞാനും നമ്മളെല്ലാവരും ഓരോ ദിവസവും ജീവിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കാൻ, ഒളിച്ചു വെക്കാൻ ഒന്നും കഴിയത്തില്ല, സാധ്യമല്ല. അപ്പൊ നമുക്ക് ദൈവത്തിന് കീഴിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള അവസ്ഥ ദൈവത്തോട് തുറന്ന് പറഞ്ഞ് സമ്മതിച്ച് നമ്മുടെ അവസ്ഥകളെ ദൈവം പാകെ കാണിക്കുന്നതാണ്. നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനങ്ങൾ മാർവിടത്തിൽ മറച്ചു വെച്ചെങ്കിൽ ദൈവം എന്നോട് ചോദിച്ചു കൊള്ളട്ടെ എന്ന് യോബ് പറയുന്നു. എന്നാൽ നമ്മുടെ ലംഘനങ്ങളെ മാർവിടത്തിൽ മറച്ചു വെക്കാതെ നമ്മുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇതിന്റെ അടുത്ത ഭാഗം ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന്, ക്രിസ്ത്യ ജീവിതത്തിന് വളരെ ഫലപ്രദമായി ഉതകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കും.